ഇതാണ് 555 IC. നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോസ് നമുക്ക് നോക്കാം. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന റെസിസ്റ്റേഴ്സ് 310 ഓംസും ഒരു 1Kയും പിന്നെ ഒരു 100K പ്രീസെറ്റുമാണ് യൂസ് ചെയ്യുന്നത്. 100K പ്രീസെറ്റ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ടൈമിന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അടുത്ത കമ്പൗണ്ട് എന്ന് പറയുമ്പോൾ കപ്പാസിറ്ററാണ്. അതിനകത്തൊരു 101 കപ്പാസിറ്റർ യൂസ് ഉണ്ട്. 100 പൈക്കോഫാരഡ് ആണ്. അല്ലാതെ വേറെ വരുന്നതെന്ന് പറയുമ്പോൾ 10 UFന്റെ കപ്പാസിറ്ററാണ്. നമ്മുടെ ഈ സർക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രെഡ് ബോർഡ് യൂസ് ചെയ്യുന്നുണ്ട്. ബ്രെഡ് ബോർഡായിട്ട് നമുക്ക് പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടൊരു പഴയ USB കേബിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളപ്പം റെഡും ബ്ലാക്കും മാത്രം വെച്ച് ബാക്കിയുള്ള ഡേറ്റ കേബിൾസ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സ്ലീവ് കളഞ്ഞിട്ട് നമ്മുടെ LED യൂസ് ചെയ്ത് ജസ്റ്റ് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ബ്രെഡ് ബോർഡ് കണക്ട് ചെയ്യുന്നുള്ളതായിരിക്കും. നമ്മളപ്പോൾ അത് ജസ്റ്റ് ഷോൾഡർ ചെയ്തൊന്ന് കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർക്യൂട്ടിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് 555യുടെ ഇന്റേണൽ ഡയഗ്രമാണ് കാണിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് പിൻ ഗ്രൗണ്ട്, സെക്കൻഡ് പിൻ ട്രിഗർ, തേർഡ് പിൻ ഔട്ട്പുട്ട്, ഫോർത്ത് പിൻ റീസെറ്റ്, ഫിഫ്ത്ത് പിൻ കൺട്രോൾ വോൾട്ടേജ്, സിക്സ്ത് പിൻ ത്രഷ് ഹോൾഡ്, സെവൻത് പിൻ ഡിസ്ചാർജ്, എയ്ത്ത് പിൻ VCC. നമുക്ക് സർക്യൂട്ടിലോട്ട് കിടക്കാം. ഇതിൻ്റെ ഫസ്റ്റ് പിന്നും ഇതിൻ്റെ 8th പിൻ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭാഗങ്ങൾ ഷോർട്ട് ചെയ്ത് വെക്കാനുണ്ട്. 8th പിന്നും 4th ഷോർട്ട് ചെയ്തിട്ടുണ്ട്. 6th സെക്കൻഡ് രണ്ട് നമ്മൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ അടുത്ത വെക്കാനുള്ള കമ്പോണന്റ് എന്ന് പറയുമ്പോൾ റെസിസ്റ്ററാണ്. റെസിസ്റ്റർ നമ്മുടെ 7ാമത്തെ പിന്നിലോട്ടും പോസിറ്റീവിലോട്ടും കൊടുക്കുന്നുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു പ്രീസെറ്റ് വെക്കാനുണ്ട്. 7ഉം 6ഉം കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 330 ഓംസ് ആണുള്ള നമ്മുടെ LED കത്തിപ്പോയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്നത്. നമുക്കിപ്പോൾ അടുത്ത് LED വെക്കാം. LED അപ്പോൾ ഈ റെസിസ്റ്ററിൽ നിന്ന് ഇങ്ങനെ നമ്മൾ മാറ്റി കുത്തിയിട്ടുണ്ട്. അടുത്ത നമ്മൾ വെക്കുന്ന കപ്പാസിറ്ററാണ്. ഈ 101 കപ്പാസിറ്റർ നമ്മൾ ഇതിൻ്റെ 5ാമത്തെ പിന്നിൽ നിന്ന് ഗ്രൗണ്ടിലോട്ട് കൊടുക്കുന്നത്. LED കോമൺ ആയിട്ട് ഗ്രൗണ്ട് കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഗ്രൗണ്ട് നമുക്ക് വരാനുള്ളതാണ്. ഇവിടെ നമുക്കിനി കൊടുക്കാനുള്ളത് 10 UFന്റെ കപ്പാസിറ്ററാണ്. അത് നമ്മൾ ഫസ്റ്റ് പിന്നെന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് അങ്ങോട്ട് വരുന്ന പോലെ വെക്കണം. ഓക്കെ, അതും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കണക്ഷനോടെ കൊടുക്കാം. ഇതിൻ്റെ ലാസ്റ്റ് പിന്നിലോട്ട് നമ്മൾ VCC കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി നെഗറ്റീവ് അടുത്ത അതിൻ്റെ ഫസ്റ്റ് പിന്നിലോട്ട് കൊടുക്കുന്നു. ഈ ഫസ്റ്റ് പിന്നിൽ നിന്ന് തന്നെ നമുക്ക് ആ ബൾബിലും അങ്ങോട്ടുള്ള ഒരു നെഗറ്റീവ് ചെല്ലുന്നുണ്ട്. അങ്ങോട്ട് ഒരു നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് സർക്യൂട്ട് ഡയഗ്രം വരുന്നത്. ഇനി നമുക്ക് പവറും കൂടെ കൊടുത്താൽ മതി. നമുക്ക് നെറ്റ് പവർ കൊടുത്ത് നോക്കാം. ഞാനിപ്പോൾ പവർ കണക്ട് ചെയ്യുവാണ്. 5 വോൾട്ട് നമുക്കിത് കിട്ടും. ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു സർക്യൂട്ടാണ്. ഇതിനകത്ത് ഇപ്പം പ്രീസെറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ, അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ ടൈമിങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഈ കപ്പാസിറ്ററിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്താൽ നമ്മൾ പിന്നെ ഒന്നും കൂടെ അതിൻ്റെ പ്രീസെറ്റ് മാറ്റിയിട്ടുണ്ട്.